ഗുഡ് മോർണിംഗ് ടു ഓൾ. ഷാഡോ ബ്രോഡ്കാസ്റ്റിംഗ് PSC ഫ്രീ ഇംഗ്ലീഷിൽ ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്താണ്? ഫ്രേസൽ വേർബ്സ് ആണ്. എല്ലാവരും കാത്തിരുന്ന ഈ ടോപ്പിക് എനിക്കറിയാം. അപ്പോൾ ഇന്നത്തെ ഈ ടോപ്പിക്ക് നമ്മൾ നന്നായിട്ട് ഇങ്ങനെ നോക്കുവാണ്. അപ്പോൾ എന്താണ് ഒക്കെ അതിൻ്റെ ആകുലതകൾ എല്ലാവരും ചേരുന്നത് എനിക്കറിയാം. അപ്പോൾ ഈ സമയം നമ്മൾ ഇതിനകത്ത് ശ്രദ്ധിച്ച് നന്നായിട്ട് ഒരു 15 മിനിറ്റ് എങ്കിലും ഇതിനകത്ത് കഴിവായി ഇങ്ങനെ നോക്കിയിരിക്കണം. പക്ഷേ നല്ല ഇൻട്രസ്റ്റിംഗ് ആണ്, നമുക്ക് നോക്കാം. ഓക്കെ, ഫ്രേസൽ വെർബ്. ഫ്രേസൽ വെർബ് എന്ന് വെച്ചാൽ നമ്മൾ ഈ ഫ്രേസും ആഡ് ചെയ്യുന്നുണ്ട്, വെർബും ആഡ് ചെയ്യുന്നു. പക്ഷെ ഏകദേശം ഇത് എന്താണെന്ന് മനസ്സിലാകാൻ വേണ്ടി നമ്മൾ ഇന്ന് അത് നോക്കാൻ പോവാണ്. ഓക്കെ, സോ ഫ്രേസൽ വെർബ് എന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ ഒന്ന് ഡെഫിനേഷൻ വായിച്ച് നോക്കട്ടെ. ഫ്രേസൽ വെർബ് ഇസ് എ ഫ്രേസ് ദാറ്റ് കമ്പൈൻസ് എ വെർബ് വിത്ത് എ പ്രപ്പോസിഷൻ or adverb or both that function as a verb. അപ്പം നമുക്ക് ഇത്രയും വായിച്ചാൽ മതി. നമ്മളൊരു വേർബാണ് എടുക്കുന്നത്, പക്ഷെ അതിൻ്റെ കൂട്ടത്തിൽ അത് എവിടെയാണ് ചേർക്കുന്നത്? വേർബും അല്ലെങ്കിൽ ഒരു പ്രപ്പോസിഷൻ്റെ കൂട്ടത്തിലാണ് അത് ചേർക്കുന്നത്. അപ്പം നമ്മളൊരു ഫ്രേസ് എന്നൊരു ഫോർ എക്സാമ്പിൾ ഞാൻ പറയുക, കം അപ്പ്. ഇതിനകത്തൊരു വേർബ് ഉണ്ട്, അതിനകത്തൊരു അപ്പ് ഉണ്ട്. അപ്പോൾ അപ്പ് എന്ന് ആക്ട് ചെയ്യുന്നത് ഒരു പ്രപ്പോസിഷൻ ആയിട്ടാണോ ആക്ട് ചെയ്യുന്നത്? ആ സമയത്ത് ആ പ്രപ്പോസിഷൻ അങ്ങോട്ട് ആക്ട് ചെയ്യത്തില്ല. അപ്പോൾ എങ്ങനെയാണ് ആക്ട് ചെയ്യുന്നത്? അതൊരു വേർബായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, സോ ഫ്രേസൽ വേർബ് എന്ന് വെച്ചാൽ നമ്മളൊരു വേർബ് എടുക്കുക, അതിൻ്റെ കൂട്ടത്തിൽ ഒരു പ്രപ്പോസിഷനോ അല്ലെങ്കിൽ ഒരു ആഡ്വേർബ് എടുക്കുക, അത് രണ്ടും കൂടെ യോജിച്ച് നമ്മളൊരു ഫ്രേസൽ വേർബായിട്ട് മാറുന്നതാണ്. ഓക്കെ, ഇതിനകത്ത് ശ്രദ്ധിക്കുന്ന കാര്യം എന്നാ, നമ്മുടെ ഈ വേർബ്സ് എല്ലാവരും യോജിച്ച് കഴിയുമ്പോൾ നമ്മൾ അത് ചേർക്കുന്ന ഏത് സ്ഥലത്തായിരിക്കും ചേർക്കുന്നത്? ആ ഫ്രേസൽ വേർബ് ചേർക്കുമ്പം നമ്മളൊരു സെൻറ്റൻസിന് നടുക്കായിട്ട്, അതായത് ആക്ഷൻ വേർബായിട്ട് തന്നെയാണ് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, സോ ഒരു സെൻറ്റൻസ് നോക്കിയാലോ? ഓൾറൈറ്റ്, ഇതിനകത്തൊരു സെൻറ്റൻസ് കിടപ്പുണ്ട്. ഹൂ ഈസ് ലുക്കിംഗ് ആഫ്റ്റർ ദ കിഡ്സ്? ആരാണ് കൊച്ചുങ്ങളെ നോക്കുന്നത്? അപ്പൊ ഈ സെന്റൻസിനകത്ത് ഏതാണ് ഫ്രേസൽ വെർബ്? കറക്റ്റ്, ലുക്കിംഗ് ആഫ്റ്റർ ആണ് ഫ്രേസൽ വെർബ് അല്ലേ? അപ്പൊ ലുക്കിംഗ് ആഫ്റ്റർ എന്ന് പറയുമ്പോൾ ലുക്കിംഗ് ഒരു വെർബ് ആണ്, ആഫ്റ്റർ ഒരു എന്താണ്? പ്രപ്പോസിഷൻ ആണ്. അപ്പൊ ഇത് രണ്ടും കൂടെ ചേരുമ്പോൾ എന്താണ് ഒരു ഫ്രേസൽ വെർബ്. ഓക്കെ, സോ ഈ അതിന്റെ അർത്ഥം മനസ്സിലായ? ലുക്കിംഗ് ആഫ്റ്റർ എന്ന് പറഞ്ഞാൽ നമ്മളൊരു കെയർ കൊടുക്കുന്നത്. അപ്പൊ കൊച്ചുങ്ങളുടെ അമ്മയായിരിക്കും ചിലപ്പോൾ അത് കെയർ കൊടുക്കുന്നത്. നെക്സ്റ്റ് നോക്കിയേ, ദേ പിക്ഡ് ഓൺ നോബഡി. അപ്പം പിക്ഡ് ഓൺ എന്ന് വെച്ചാൽ അഗെയിൻ ഒരു ഫ്രേസൽ വേർബാണ്. ഇതിന്റെ അർത്ഥം എന്ന് വെച്ചാൽ നമ്മൾ ആരെങ്കിലും ശല്യം ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നമ്മൾ ചിലപ്പോൾ അങ്ങനെയുള്ള മൂഡിലായിരിക്കുമല്ലോ, നമ്മൾ ഇറിറ്റേറ്റഡ് ആണെങ്കിൽ ചിലരെ അങ്ങോട്ട് ഡിസ്റ്റർബ് ചെയ്യും. അങ്ങനെ ഒരു സെന്റൻസ് ആണ് ദേ പിക്ഡ് ഓൺ നോബഡി. ആരെയും ശല്യം ചെയ്തില്ല. ഓക്കെ, നെക്സ്റ്റ് സെന്റൻസ് നോക്കാമല്ലോ. ഷീ ടേക്സ് ആഫ്റ്റർ ഹർ മദർ. ആഫ്റ്റർ ഹർ മദർ. ഓക്കെ, സോ ഇതിൻ്റെ അർത്ഥം എന്താണ്? ആഫ്റ്റർ ഹർ എന്ന് പറഞ്ഞത് എനിക്കൊരു റിസെംബ്ലൻസ് ഉണ്ട്. അത് ആരുടെ കൂട്ടത്തിലാണ്? എൻ്റെ അമ്മയുടെ ഒരു റിസെംബ്ലൻസ് ആണ്. അപ്പം അതുപോലെയാണ് ഷീ ടേക്സ് ആഫ്റ്റർ ഹർ മദർ. അപ്പം മദറിൻ്റെ ഒരു മോച്ചായ എന്നാണ് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് സെന്റൻസ് നോക്കിയാലോ. സെയിം പാസസ് ഫോർ എ ലിംഗ്വിസ്റ്റിക്. പാസസ് ഫോർ എ ലിംഗ്വിസ്റ്റിക്കിന്റെ അർത്ഥം എന്നാണ്? അതിൻ്റെ അർത്ഥമാണ് നമ്മളൊരു ലിംഗ്വിസ്റ്റിക് ആകാനുള്ള ഒരു ടെസ്റ്റ് പാസ്സായി എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അപ്പം ഈ സെന്റൻസിനകത്ത് നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ഫ്രേസൽ വർക്ക് നിങ്ങൾക്ക് ഇഷ്ടമായോ? ഫ്രേസൽ വർക്ക് ഇഷ്ടമായിട്ടുള്ള എല്ലാവരും എനിക്കൊന്ന് മെസ്സേജ് ഇടണം. ഇന്ന് ഈ സെന്റൻസ് എല്ലാം, നമ്മുടെ ഈ സെന്റൻസ് എല്ലാം ഓരോ ഉള്ള അർത്ഥങ്ങളായിരിക്കും. പല അർത്ഥങ്ങളും നമുക്ക് യൂസ് ചെയ്യാം. നമുക്ക് ചിലപ്പം പെട്ടെന്ന് പറയാനാണെങ്കിലും നമുക്ക് ഫ്രേസൽ വേർബ്സ് യൂസ് ചെയ്യാം. ഓക്കെ, അടുത്ത സെന്റൻസ് നമുക്ക് നോക്കിയാലോ. ഇതിനകത്ത് ഒരു ശ്രദ്ധിക്കുന്ന ഒരു കാര്യമുണ്ട്, അത് നമുക്ക് വായിക്കണം. Many phrasal verbs combines a participle and a preposition. ചില സമയത്ത് ഒരു സെന്റൻസിനകത്ത്, ഞാനിപ്പം ഒരു സെന്റൻസിനകത്ത് ഒരു വേർബാണ്, ആ വേർബ് ഒരു പാർട്ടിസിപ്പിൾ ആയിട്ട് ആക്ട് ചെയ്യുക. അപ്പോൾ പാർട്ടിസിപ്പിൾ എന്ന് വെച്ചാൽ നമ്മൾ അതിൻ്റെ വേർബ് ഫ്രോം ING ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ ബ്രേക്ക് ചെയ്യുവാണ്. ലെറ്റ്സ് ലുക്ക് അറ്റ് എൻ എക്സാമ്പിൾ. ഹൂ ക്യാൻ പുട്ട് അപ്പ് വിത്ത് ദാറ്റ്? അപ്പോൾ അങ്ങനത്തെ ഉള്ള ബിഹേവിയറിന് ആർക്കെങ്കിലും സാധിക്കാൻ പറ്റുമോ? അങ്ങനത്തെ ഉള്ള സെന്റൻസിനാണ് പുട്ട് അപ്പ് എന്ന് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് നോക്കിയേ, ഷീ ഈസ് ലുക്കിംഗ് ഫോർവേഡ് ടു എ റെസ്റ്റ്. ലുക്കിംഗ് ഫോർവേഡ് എന്ന് വെച്ചാൽ ഞാനൊരു കാത്തിരിക്കുക. ലുക്കിംഗ് ഫോർവേഡ് ഫോർ എ ജോബ്. അപ്പം ഞാൻ ആ കാത്തിരിക്കുന്ന കാര്യങ്ങളാണ് ഒരു ജോബിന് വേണ്ടിയിട്ട് അല്ലേ? അതുപോലെയാണ് ഷീ ഈസ് ലുക്കിംഗ് ഫോർവേഡ് ടു എ റെസ്റ്റ്. റെസ്റ്റിന് വേണ്ടിയിട്ടാണ് ആഗ്രഹിക്കുന്നത്. നെക്സ്റ്റ് സെന്റൻസ് നോക്കിയേ, they were really teeing off on me. teeing off എന്ന് വെച്ചാൽ എന്താണ്? ഓഫ് ഇസ് എ പാർട്ടിസിപ്പിൾ. അപ്പം മനസ്സിലായോ? ഈ ഓഫ് എവിടെ നിന്നാണ് എടുത്തേക്കുന്നത്? ഈ ഓഫ് ആണ് ഒരു പാർട്ടിസിപ്പിൾ ആയിട്ടാണ് ഇപ്പോൾ ആക്ട് ചെയ്യുന്നത്. ചില സമയത്ത്
ഒരു ആഡ്വേർബ് ആയിരിക്കാം, ചില സമയത്ത് ഒരു പ്രപ്പോസിഷനും ആയിരിക്കാം. അപ്പം നമ്മൾ ഓരോ സെന്റൻസിനകത്ത് നമ്മൾ നോക്കുമ്പോൾ അത് കമ്പൈൻ ചെയ്യുമ്പോഴാണ് ഫ്രേസൽ വെർബ് ആവുന്നത്. വി ലോഡഡ് അപ്പ് ഓൺ സ്നാക്സ്. അപ്പ് ഈസ് എ പാർട്ടിസിപ്പിൾ. അപ്പം മനസ്സിലായോ? ലോഡഡ് അപ്പ് എന്ന് വെച്ചാൽ നമ്മളത് അങ്ങനെ നിറയെ വെച്ചു എന്നാണ്. അപ്പൊ കുറെ കാര്യങ്ങൾ നമ്മൾ സ്നാക്സ് ഇങ്ങനെ പൈലപ്പ് ചെയ്തില്ലേ? പൈലപ്പ് ഈസ് ഓൾസോ എ ഫ്രേസൽ വെർബ്. ഓക്കെ. സൂസൻ ഹാസ് ബീൻ സിറ്റിംഗ് ഇൻ ഫോർ മീ. അപ്പം എനിക്ക് കാര്യം ചെയ്യാൻ അറിയത്തില്ല. അപ്പം ഞാൻ എന്താ ചെയ്തു? ഞാൻ വേറെ ഒരു സ്ഥലത്ത് പോയി. ചിലപ്പോൾ എനിക്കൊരു കാര്യം എനിക്ക് വന്നു. അപ്പൊ എൻ്റെ ആ കാര്യം ചെയ്യാൻ വേണ്ടി ആരെയാണ് ഞാൻ ഇരുത്തിയിട്ട് പോയത്? സൂസനെയാണ് ഇരുത്തിയിട്ട് പോയത്. അപ്പൊ സൂസൻ ഹാസ് ബീൻ സിറ്റിംഗ് ഇൻ ഫോർ മീ. മനസ്സിലായോ? എല്ലാവർക്കും മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നുണ്ടോ? അപ്പൊ ഈ സെന്റൻസ് എല്ലാം നിങ്ങൾ വായിക്കുമ്പോൾ എന്താ തോന്നുന്നത്? കുറെ ഫ്രേസൽ വെർബ്സ് നമുക്ക് പെട്ടെന്ന് കണ്ടിട്ട് മനസ്സിലാവും. ചില സെന്റൻസിനകത്ത് തന്നെ നമുക്ക് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവും. പക്ഷെ നമ്മൾ ശ്രദ്ധിച്ചു നോക്കുമ്പോൾ കുറെ ഫ്രേസൽ വെർബ്സ് നമുക്ക് A to Z വരെ പഠിക്കാൻ പറ്റും. ഇനി നമ്മുടെ ഫ്രേസൽ വെർബ്സിന്റെ ഒരു സെന്റൻസിന്റെ ഓരോ ഫ്രേസൽ വെർബ്സ് തുടങ്ങി ഇങ്ങനെ തുടങ്ങാൻ പോവാണ്. ചില ഫ്രേസൽ വെർബ്സ് വെരി ഈസിയാണ്. ഇപ്പൊ നോക്കിയേ, നമ്മൾ ക്യാച്ചപ്പ് എന്ന് വെച്ചാൽ എന്താണ്? ഒന്ന് നോക്കിയേ, ഗെറ്റ് ടു ദ സെയിം പോയിന്റ് ആസ് സംബഡി എൽസ്. അപ്പം നമ്മൾ ക്യാച്ചപ്പ് എന്ന് വെക്കുമ്പോൾ നമ്മൾ ഒരാളുടെ അടുത്ത് നമ്മൾ പോവുക. ഡിഡ് യു ക്യാച്ചപ്പ് വിത്ത് യു? ഡിഡ് ഹി ക്യാച്ചപ്പ് വിത്ത് യു? അപ്പം ഞാൻ എന്നാന്ന് വെച്ചാൽ ഒരു ഹിസ്റ്ററിയുടെ ചാപ്റ്റർ ആയിരുന്നു വായിച്ചുകൊണ്ടിരുന്നത്. എൻ്റെ ഫ്രണ്ട് ആയിരുന്നെങ്കിൽ ഹിസ്റ്ററിയുടെ 2ാമത്തെ ചാപ്റ്ററിൽ വരെ എത്തി. അപ്പം ഞാൻ എന്നാ ചോദിക്കുന്ന അയാളോട്, അയാൾ എന്നോട് ചോദിക്കുക, ഡിഡ് യു ക്യാച്ചപ്പ് വിത്ത് മീ? അപ്പം അതിൻ്റെ അർത്ഥം എന്നാ? എൻ്റെ ചാപ്റ്റർ വരെ എത്തിയോ എന്നാണ്. അപ്പോൾ ജസ്റ്റ് ആ സെന്റൻസ് നമുക്ക് നോക്കാം. യു വിൽ ഹാവ് ടു റൺ ഫാസ്റ്റർ ദാൻ ദാറ്റ് ഇഫ് യു വോണ്ട് ടു ക്യാച്ച് അപ്പ് വിത്ത് മാരി. ഓക്കെ, സോ ദാറ്റ് മീൻസ് എന്താണ്? മാറ്റി. യു വിൽ ഹാവ് ടു റൺ ഫാസ്റ്റർ. നമ്മൾ ഒന്ന് ഫാസ്റ്റ് റൺ ചെയ്യണം, അല്ലെങ്കിൽ എന്താ പറ്റുക? എൻ്റെ കൂട്ടത്തിൽ ഒപ്പം വരില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, സോ നെക്സ്റ്റ് സെന്റൻസ് നോക്കിയേ. അതുപോലെ തന്നെ ചെക്ക് ഇൻ, ചെക്ക് ഔട്ട്. ഈ സെന്റൻസ് ഒക്കെ നമ്മൾ ഹോട്ടലിൽ പോകുമ്പോൾ യൂസ് ചെയ്യുന്നതല്ലേ? നമ്മൾ അകത്ത് ഹോട്ടലിൽ പോകുമ്പോൾ എന്താണ് പറയുന്നത്? ചെക്ക് ഇൻ ചെയ്യുക. നമ്മൾ പുറത്തേക്ക് വരുവാണെങ്കിൽ എന്താ പറയുക? ചെക്ക് ഔട്ട് ചെയ്യുക. ഓക്കെ, അതുപോലെ തന്നെ നെക്സ്റ്റ് സെന്റൻസ് നോക്കിയേ. ചെക്ക് സംബഡി ഓർ ചെക്ക് സംതിങ് ഔട്ട്. ഓക്കെ, സോ അതായത് ചെക്ക് സംബഡി. ഞാനൊരു ഭയങ്കര ഒരു ഡൗട്ടിലാണ്. എൻ്റെ ഫോണ് ആരാ എടുത്തതെന്ന് എനിക്കറിയാം, ഞാനത് കാണാതെ പോയതാണ്. പക്ഷെ എന്നാലും എനിക്കൊരു ഡൗട്ട് വരുക. അപ്പം ഞാൻ ഈ സെന്റൻസ് എനിക്ക് യൂസ് ചെയ്യുന്നതാണ്. ഒരു സെന്റൻസ് നോക്കിയേ. their company checks out all new employees. അപ്പം എംപ്ലോയീസിന് നമ്മുടെ ചില കമ്പനിയിൽ പോകുമ്പോൾ നമ്മൾ ഓരോ കമ്പനിയിൽ ഓരോ ചാർട്ടറുണ്ട്. അപ്പം എല്ലാവരും അതിൽ കൂടെ നമ്മൾ സഹകരിക്കുന്നതാണ്. അതുപോലെ തന്നെ കമ്പനി ചെക്സ് ഫോർ ഓൾ ദ എംപ്ലോയീസ്. വേറെ ഒരു നല്ല നോക്കിയാലോ? ഓക്കെ, ഇനി നമ്മൾ നോക്കുന്നത് കട്ട് വെച്ചിട്ടാണ്. അപ്പം ഈ ഒരു വേർബാണ്. കട്ട് എന്ന് വെച്ചാൽ നമുക്കറിയാമല്ലോ, നമ്മൾ ഒരു കേക്ക് കട്ട് ചെയ്യുന്ന അറിയാം. നമ്മൾ ഒരു കട്ട് എന്ന് പറയുമ്പോൾ ഒരു നൈഫായിട്ട് കട്ട് ചെയ്യുന്നതാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ എന്താണ്? കട്ട് സംബഡി ഓഫ്. കട്ട് സംബഡി ഓഫ് എന്ന് വെച്ചാൽ എന്താണ്? ടേക്ക് ഔട്ട് ഓഫ് എ വിൽ. ഓക്കെ, സോ ഞാൻ എൻ്റെ പഴയ ഒരു അപ്പൂപ്പനാണ്. അപ്പം എൻ്റെ അപ്പൂപ്പൻ എന്നോട് ഇച്ചിരി കശപിശയിലായിരുന്നു. പക്ഷെ എന്താണ് ടേക്ക് ഔട്ട് ഓഫ് എ വിൽ എന്ന് വെച്ചാൽ മൈ ഗ്രാൻഡ് പേരൻസ് കട്ട് മൈ ഫാദർ ഓഫ്. മൈ ഗ്രാൻഡ് പേരൻസ് കട്ട് മൈ ഫാദർ ഓഫ് വെൻ ഹി റീമാരിഡ്. അതിൻ്റെ അർത്ഥം ആ സമയത്തുള്ള സ്നേഹത്തിൽ ഇരുന്ന് പുറത്തേക്ക് പോവുക. അപ്പം മൈ ഗ്രാൻഡ് ഫാദർ ഇനി അത് ഗ്രാൻഡ് ഫാദർ സ്നേഹിക്കുന്നില്ല എന്നാണ് അർത്ഥം. അപ്പം ഗ്രാൻഡ് ഫാദർ ഇപ്പം സ്നേഹിക്കുന്നില്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് പറയുന്നത്? കട്ട് സംബഡി ഓഫ്. ഓക്കെ, ഇപ്പം ഞാൻ ഫോണിൽ വിളിക്കുക ഒരാൾ, ഇവിടെ ഫ്രണ്ട്സായിട്ട് ഞാൻ എപ്പോഴും വിളിക്കും. ഒക്കെ ഞാനിപ്പോൾ അയാളോട് ഇപ്പം അധികം നന്നായിട്ട് ഇപ്പം മിണ്ടാറില്ലെങ്കിൽ ഞാനിപ്പോൾ എന്താ പറയുക? ഐ കട്ട് സംതിങ് ഓഫ്. സോ ഞാൻ എങ്ങനെയാണ് ആ സെൻറ്റൻസ് പറയുക? മൈ ഗ്രാൻഡ് പേരൻസ് കട്ട് മൈ ഫാദർ ഓഫ്. അതുപോലെ തന്നെ ഐ കട്ട് മൈ ഫ്രണ്ട്സ് ഫോർ എ വൈൽ. ഓക്കെ, സോ ഈ സെൻറ്റൻസിൻ്റെ അർത്ഥമൊക്കെ എന്നാണ്? ടേക്ക് ഔട്ട് സമ്മൺ ഫോർ എ വൈൽ. നെക്സ്റ്റ് സെൻറ്റൻസ് നോക്കിയാലോ? ഗ്രോ ബാക്ക്. ഗ്രോ ബാക്ക് ഈസ് എ നൈസ് ഫ്രേസൽ വെർബ്. അതായത് നമ്മൾ റീഗ്രോ ചെയ്യുക. ഓക്കെ, സോ നമ്മൾ പറയത്തില്ലേ ബക്കപ്പ് ബഡി അല്ലെങ്കിൽ ടേൺ ബാക്ക്
എന്ന് പറയുമ്പോൾ നമ്മൾ ഒരാളെ നമ്മൾ ഉയർത്തുകയാണ് പറയുന്നത്. അതുപോലെ തന്നെ ആ സെന്റൻസ് നോക്കിയേ, മൈ റോസസ് ഗ്രീവ് ബാക്ക് ദിസ് സമ്മർ. അപ്പം ഞാൻ പുതിയ പൂച്ചെടിയൊക്കെ ഞാൻ വെച്ചു, അപ്പം അത് ഇപ്പോൾ തന്നെ സമ്മർ ആയപ്പോൾ നന്നായിട്ട് കിളുത്ത് നിൽക്കുവാണ്. ഇങ്ങനത്തെ ഉള്ള സെന്റൻസിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഗ്രോ ബാക്ക്. ഓക്കെ, സോ ദിസ് സെന്റൻസ് ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് വെരി വെൽ. ഇനി നമുക്ക് കുറേ സെന്റൻസസ് ഉണ്ട്. അതിനകത്ത് നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു സെന്റൻസ് ആണ് ഗ്രോ ഔട്ട് ഓഫ് സംതിങ്. ഓക്കെ, ഗ്രോ ഔട്ട് ഓഫ് സംതിങ് എന്ന് വെച്ചാൽ ഗെറ്റ് ടു ബിഗ് ഫോർ. ഓക്കെ, സോ ഒരു സെന്റൻസ് നോക്കിയാലോ, എലിസബത്ത് നീഡ്സ് എ ന്യൂ പെയർ ഓഫ് ഷൂസ് ബിക്കോസ് ഷീ ഹാസ് ഗ്രോൺ ഔട്ട് ഓഫ് ഹർ ഓൾഡ് ഷൂസ്. ഇപ്പം എൻ്റെ കാലം വലുതായി കേട്ടോ, എനിക്ക് പഴയ ഷൂസിലോട്ട് പോകാൻ പറ്റത്തില്ല. അപ്പം ഞാനാണ് ഈ സെന്റൻസ് യൂസ് ചെയ്യുന്നത്. എങ്ങനെയാണ്? ഗ്രോ ഔട്ട് ഓഫ് സംതിങ്. അപ്പോൾ ഇങ്ങനെയാണ് യൂസ് ചെയ്തേക്കുന്നത്. എലിസബത്ത് നീഡ്സ് എ ന്യൂ പെയർ ഓഫ് ഷൂസ് ബിക്കോസ് ഷീ ഹാസ് ഗ്രോൺ ഔട്ട് ഓഫ് ഹർ ഓൾഡ് വൺ. ഓക്കെ, സോ ഈ സെന്റൻസ് എല്ലാം നിങ്ങൾക്ക് മനസ്സിലായോ? ഈസി അല്ലേ? ഓക്കെ, നമുക്കിനി കുറെ ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. ഈ ക്വസ്റ്റ്യൻസിനകത്ത് എല്ലാം ഫ്രേസൽ വേർബ്സ് ആണ്. നിങ്ങൾക്ക് താല്പര്യമില്ലേ ചെയ്യാൻ? ഓക്കെ, സോ ഈ ഫ്രേസൽ വേർബ്സിനകത്ത് നമ്മളൊന്ന് നോക്കിയാലോ. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എങ്ങനെയാണ്? വുഡ് യു ഡാഷ് മൈ ഡോഗ് ഫോർ മീ ദിസ് വീക്കെൻഡ്? ഓക്കെ, വുഡ് യു ഡാഷ് മൈ ഡോഗ് ഫോർ മീ ദിസ് വീക്കെൻഡ്. അപ്പം ഇതിനകത്ത് ഫസ്റ്റ് കൊടുത്തേക്കുന്നത് ലുക്കാണ്. ഓക്കെ, നെക്സ്റ്റ് കൊടുത്തേക്കുന്നത് പുട്ട് ഓഫ് ആണ്, തേർഡ് കൊടുത്തേക്കുന്നത് ലുക്ക് അപ്പ് ആണ്. അപ്പം ഈ മൂന്നിനകത്തും വരുന്നത് ഏതായിരിക്കും യോജിച്ച്? അപ്പം ഞാൻ പറയുന്നത് എന്താണ്? ലുക്ക് ആഫ്റ്റർ ആണ്. എന്തുകൊണ്ടാണ് ആ വേർബ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ഫസ്റ്റ് നോക്കിയേ, നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് ലുക്കാണ്. അപ്പൊ ലുക്ക് ഒരു വേർബ് മാത്രമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പക്ഷെ നമ്മൾ നെക്സ്റ്റ് നോക്കിയാലോ, ലുക്ക് ഞാൻ പഠിപ്പിച്ച പോലെ ഒരു ഫ്രേസൽ വേർബ് എന്ന് വെച്ചാൽ അതിനകത്തൊരു വേർബിന്റെ കൂട്ടത്തിൽ ഏതെങ്കിലും ഒരു പ്രപ്പോസിഷനോ ആഡ്വർബോ അല്ലെങ്കിൽ പാർട്ടിസിപ്പിൾ ആയിട്ട് ആക്ട് ചെയ്യുക അല്ലേ? നമ്മൾ പഠിച്ച പോലെ ഇതിനകത്ത് ലുക്കിനകത്ത് കൂടുതൽ എന്നാ വരുന്നത്? ആഫ്റ്റർ ആണ് വരുന്നത്. അപ്പം ആഫ്റ്റർ, ലുക്ക് ആഫ്റ്റർ എന്ന് വെച്ച് നോക്കിയാലോ, വുഡ് യു ലുക്ക് ആഫ്റ്റർ മൈ ഡോഗ് ഫോർ മീ ദിസ് വീക്കെൻഡ്? അപ്പോൾ ഈ സെന്റൻസ് എങ്ങനെയാണ്? നല്ല രസമല്ലേ പറയാൻ? ഓക്കെ, now let's look at the next sentence. My neighbor dash x yesterday. അപ്പം yesterday എന്ന് വെച്ചുമ്പോൾ ran out of, അതിൻ്റെ അർത്ഥം എന്താണ്? ഊഹിച്ച് നോക്കിയേ. അപ്പം എക്സ് ഇന്നലെ ആയിരുന്നു, അത് കഴിഞ്ഞു പോയി എന്നാണ് അതിൻ്റെ അർത്ഥം. ran out of, അതായത് എൻ്റെ കയ്യിൽ നിന്ന് അത് തീർന്നു പോയി. ഓക്കെ, നെക്സ്റ്റ് റാൻ ഇൻ ടു. അപ്പോൾ അതൊരു വേറെ മീനിങ് ആണ് ഫ്രേസൽ വെർബ്. ഐ റാൻ ഇൻ ടു ജുവാന. അതിൻ്റെ അർത്ഥം എന്നാ? ഞാൻ അതിനെ കണ്ടുമുട്ടി എന്നാണ് അർത്ഥം. അപ്പൊ ജുവാന കണ്ടുമുട്ടിയെങ്കിൽ ഞാൻ പറയുന്നത് എന്നാണ്? ഐ റാൻ ഇൻ ടു ജുവാന. പക്ഷെ ഇവിടെ അതല്ല, മൈ നെയ്ബറിന് എക്സ് തീർന്നു പോയി എന്നാണ്. അപ്പൊ എന്തായിരിക്കും ഓപ്ഷൻ? സെക്കൻഡ് ഓപ്ഷൻ ആണ് കറക്റ്റ് ആൻസർ. ദാറ്റ് ഈസ് റാൻ ഔട്ട് ഓഫ് എക്സ് യെസ്റ്റർഡേ. മനസ്സിലായോ? വെരി ഈസി അല്ലേ? അതുപോലെ തന്നെ PSC ഇംഗ്ലീഷിൽ ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത് ഫ്രേസൽ വേർബ്സ് ആയിട്ട് ഒരു 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻ എപ്പോഴും വരാറുണ്ട്. അതിനെ സഹായിക്കുന്നതാണ് ഈ നമ്മുടെ ഫ്രേസൽ വേർബ്സ് ഉള്ള ചാപ്റ്റർ. ജോൺ ഡാഷ് ഹിസ് ലെഗ്സ് അറ്റ് ദ ബേസ്ബോൾ ഗെയിം. അപ്പം ഈ ക്വസ്റ്റ്യനകത്ത് 3 ഓപ്ഷൻ തന്നിരിക്കുന്നത് ഒരു വേർബ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. യെസ്, യു ആർ കറക്റ്റ്. ഫസ്റ്റ് കൊടുത്തിരിക്കുന്നത് വേർബ് അല്ലേ? ബ്രോക്ക് എന്ന് വെച്ചാൽ വേർബാണ്. ഇപ്പൊ നെക്സ്റ്റ് സെന്റൻസ് നോക്കിയേ, ബ്രോക്ക് ഡൗൺ. അപ്പം ബ്രോക്ക് ഡൗൺ എന്ന് വെച്ചാൽ അത് വേറെ അർത്ഥമാണ്. അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ ഞാൻ കരയുവാണ്. ഐ ബ്രോക്ക് ഡൗൺ വെൻ ഐ സോ ദ ബിൽ. അപ്പം അതിൻ്റെ അർത്ഥം ഞാൻ കരയുവാണ്. അപ്പൊ ഈ കരയുന്ന അവസ്ഥയിലല്ലല്ലോ ഞാൻ ഇപ്പൊ ഇരിക്കുന്നത്. ഇപ്പൊ വേറെ നോക്കിയേ, ഗെറ്റ് ഓൺ വിത്ത്. അപ്പൊ ഞാൻ ഒരു കാര്യം ചെയ്ത് കഴിഞ്ഞിട്ടോ നെക്സ്റ്റ് കാര്യം ചെയ്യാൻ പോവാ. അപ്പൊ ഐ ഗെറ്റ് ഓൺ വിത്ത് നെക്സ്റ്റ് ജോബ് അല്ലേ? അതുപോലെ തന്നെ ആണ് ഈ സെന്റൻസിന്റെ അർത്ഥം എന്നാ? യെസ്, അർത്ഥം ഇതാണ്, ജോൺ ഡാഷ് ഹിസ് ലെഗ് അറ്റ് ദ ബേസ്ബോൾ ഗെയിം. അപ്പോൾ ഇതിനകത്ത് വരുന്നത് എന്നാന്ന് വെച്ചാൽ ലെഗ് ഒടിഞ്ഞു പോയി. സോ ദ ആൻസർ ഇസ് ജോൺ ബ്രോക്ക് ഹിസ് ലെഗ്. ഓക്കെ, സോ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിച്ചു. ഫ്രേസൽ വേർബ്സ് ഇനി നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ, ടേക്ക് കെയർ.